അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേട് കേസിൽ രാജിവെച്ച ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ട്രസ്റ്റിന്റെ ബാങ്ക് വിവരങ്ങളും SIT വിശദമായി പരിശോധിച്ചു. അതേസമയം സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. കേസ് ജൂലൈ 2-ാം വാരം കോടതി പരിഗണിക്കും. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായിരുന്ന ചമ്പത് റായിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. ചമ്പത് റായിയുടെ മുൻ ഡ്രൈവർ ഉൾപ്പെടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെയും ട്രസ്റ്റിന്റെയും ബാങ്ക് വിവരങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു. പ്രതികളുടെ വീട്ടിൽ SIT നടത്തിയ പരിശോധനയിൽ പണവും രേഖകളും കണ്ടെത്തിയിരുന്നു. കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാമക്ഷേത്ര ട്രസ്റ്റിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്താനുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ജൂലൈ 11 നടക്കുന്ന ട്രസ്റ്റ് യോഗത്തിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിച്ചേക്കും. CEO സ്ഥാനത്തേക്ക് വിരമിച്ച IAS ഉദ്യോഗസ്ഥനെ നിയമിക്കാനാണ് ആലോചന. അതേസമയം സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. വിഷയത്തിൽ എന്താണ് അടിയന്തര പ്രാധാന്യമെന്നും കോടതി ഹർജിക്കാരായ അഭിഭാഷകരോട് ചോദിച്ചു. ക്ഷേത്രത്തിലെ ക്രമക്കേട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു 2 അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി ജൂലൈ 2-ാം വാരം കോടതി പരിഗണിക്കും. രാമക്ഷേത്രത്തിൽ നടന്ന സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ RSS വിശദമായി പരിശോധിക്കും. ഇതിനായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിന്റെ നിർദ്ദേശപ്രകാരം അയോധ്യയിലെത്തിയ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പ്രചാരക് അനിൽകുമാർ ട്രസ്റ്റ് അംഗങ്ങളുമായും സന്യാസിമാരുമായും കൂടിക്കാഴ്ച നടത്തി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.